കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥി VM ബിനുവിന് 2020-ലും വോട്ടില്ല. 2023-ൽ ഇറങ്ങിയ തദ്ദേശ വോട്ടർ പട്ടികയിലും VM ബിനുവിന്റെ പേരില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VM ബിനു. താനും ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ട്. ബീഹാർ മോഡൽ വോട്ട് ചോരി കോഴിക്കോടും നടന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും VM ബിനു പറഞ്ഞു. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ എത്ര 4 ഭാര്യയും ഞാൻ സംഭവിച്ച എനിക്കെങ്ങനെയാണ് അറിയാം. ഞാൻ സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, താൻ വോട്ട് ചെയ്തു എന്ന് VM ബിനു ആവർത്തിച്ച് പറയുമ്പോഴും 2020-ലെ പട്ടിക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2020-ലും പട്ടികയിൽ VM ബിനുവിന്റെ പേരില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്? അമൃത, 2020-ലെ പട്ടികയിൽ VM ബിനുവിന്റെ പേരില്ലെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. 4-ാം നമ്പർ ബൂത്തിലാണ് താൻ വോട്ട് ചെയ്തത്. അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന രാജേഷ് എന്നയാളാണ്. അദ്ദേഹത്തെ കൂടി കൂട്ടിക്കൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹവും പറയുന്നത് ഈ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടായതിനാൽ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു VM ബിനു ചെയ്തത്. താനും തന്റെ ഭാര്യയും ചേർന്നാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മരുമകനെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. എന്നാൽ അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ ഖത്തറിലായിരുന്നു. ആ വിശദീകരണങ്ങൾ തന്നെയാണ് VM ബിനു നൽകുന്നത്. ഏതായാലും 2020-ലെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ VM ബിനുവിന്റെ പേര് കാണുന്നില്ല. അതോടൊപ്പം തന്നെ DCCയുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ വോട്ടർ പട്ടിക ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തിയ ശേഷം പ്രതികരിക്കാമെന്നാണ് DCC പ്രസിഡന്റ് അടക്കം പറയുന്നത്. ഏതായാലും VM ബിനുവിന്റെ പേര് 2020-ലെ പട്ടികയിൽ കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തതെന്ന് വിശദീകരിക്കേണ്ടത് DCC നേതൃത്വമാണ്. ഏതായാലും താൻ വോട്ട് ചെയ്തു എന്നുള്ള ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് VM ബിനു ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റും രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും VM ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിലില്ല എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു. താൻ നേരത്തെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വോട്ട് ചെയ്ത തനിക്ക് എങ്ങനെയാണ് വോട്ട് നഷ്ടപ്പെട്ടത് എന്നറിയില്ല. അതോടൊപ്പം തന്നെ 5 വർഷം കൂടുമ്പോൾ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരുന്നത് ദുഃഖകരമാണ്. അങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ തന്നെയാണ് നേരത്തെ അദ്ദേഹം ചോദിച്ചത്. അതിന് പിന്നാലെയാണ് 2020-ലെ പട്ടികയിൽ പേരില്ലെന്ന വിവരം പുറത്തു വരുന്നത്. അതിനോടും അദ്ദേഹത്തിന്റെ പ്രതികരണം, താൻ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ബൂത്തിൽ ആളില്ലാത്ത സമയം നോക്കി അല്ലെങ്കിൽ ആൾ കുറഞ്ഞ സമയം നോക്കി വോട്ട് രേഖപ്പെടുത്തുകയാണ് താൻ ചെയ്തതെന്നാണ് VM ബിനു വിശദീകരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വോട്ടർ പട്ടിക കണ്ടെത്തിയ ശേഷം സൂക്ഷ്മ പരിശോധന നടത്തി തന്റെ വോട്ട് എത്രാമത്തെ ക്രമ നമ്പറിലാണ് താൻ വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ തന്റെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എത്രയാണ്, ഈ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും താൻ പുറത്തുവിടുമെന്നുകൂടി VM ബിനു പറയുന്നുണ്ട്. അമൃത, സലാം, അതുപോലെ തന്നെ ഈ വോട്ട് പേരില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്, അതുപോലെ അന്നത്തെ LDF സ്ഥാനാർത്ഥി പറയുന്നുണ്ട് താൻ വോട്ട് ചോദിക്കാനായി വിനുവിന്റെ വീട്ടിൽ പോയപ്പോൾ തനിക്ക് വോട്ടില്ല എന്ന് അദ്ദേഹം അന്ന് പറയുകയും ചെയ്തിരുന്നുവെന്ന്. അതേ അമൃത, ഇപ്പോൾ ഒരു ആരോപണം വന്നിരിക്കുന്നത് LDFന്റെ ഭാഗത്തു നിന്നാണ്. പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നിരിക്കുന്നത്, താൻ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ആ വീട്ടിൽ പോയ സമയത്ത് തനിക്കിവിടെ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് VM ബിനു പറഞ്ഞയച്ചു എന്നുള്ളതായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ച ആൾ പറഞ്ഞത്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജേഷിനെ മുൻനിർത്തിക്കൊണ്ടാണ്, രാജേഷ് തന്റെ വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജേഷിന് വേണ്ടി താനും തന്റെ ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മരുമകന്റെയും വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അവർ വിദേശത്തായതിനാൽ വോട്ട് ചേർക്കാനാകില്ലെന്ന മറുപടി താൻ നൽകുകയും ചെയ്തതാണ്. ആ രീതിയിൽ എറണാകുളത്തേക്ക് അത്യാവശ്യമായി പോകേണ്ടതിനാൽ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അനുഭവ സാക്ഷ്യമാണ് താൻ പങ്കുവെക്കുന്നത്. കൂടാതെ താൻ എന്താ ഈ മണ്ണിലേക്ക് താഴ്ന്നു പോയോ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ നാളെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല എന്ന് പോലും പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനൊക്കെ താൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചോദ്യമാണ് VM ബിനു ചോദിക്കുന്നത്. ഏതായാലും 2020-ലെ പട്ടിക പരിശോധിക്കുമ്പോൾ, നിലവിൽ ലഭ്യമായ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ VM ബിനുവിന്റെ പേര് കാണുന്നില്ല. കൂടാതെ ഇപ്പോൾ പട്ടിക നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യവുമല്ല. കോർപ്പറേഷന്റെ അധീനതയിലായിരിക്കാം പട്ടിക ഉണ്ടാവുക. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം തന്റെ ക്രമ നമ്പർ അടക്കം പുറത്തുവിടാമെന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ 18 കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം പോകുന്നത്. കോൺഗ്രസിന്റെ വിശദീകരണം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ വോട്ട് ചെയ്ത ആളുകളാണ്. ബീഹാർ മോഡൽ വോട്ട് ചോരി ഈ കേരളത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട്. അവിടെ ബീഹാറിൽ BJP ആണ് ഈ വോട്ട് ചോരിക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ കോഴിക്കോട് CPM ആണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം കൂടി
കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചിരുന്ന വി എം വിനുവിന് ആദ്യഘട്ടത്തിൽ വോട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നു. അതിന് പിന്നാലെ നേരത്തെ വോട്ട് ചെയ്തു എന്നുള്ളൊരു വിശദീകരണം വി എം വിനുവിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് 2020 പട്ടിക പുറത്തു വരുന്നത്. ആ പട്ടികയിലും വി എം വിനുവിന്റെ പേരില്ലെന്ന വിവരം പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം കൃത്യമായൊരു ഉത്തരം പറയേണ്ടതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷം മറുപടി പറയാമെന്നുള്ളതാണ് അവരുടെ വാദം. കൂടാതെ ഇപ്പോൾ നിലവിൽ പേരില്ലാത്തതും ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ വരണാധികാരിയെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2020 വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത് അതൊരു പക്ഷേ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ നിയമപോരാട്ടത്തിലേക്കും അതോടൊപ്പം തന്നെ വരണാധികാരിയെ കണ്ട് ഈ കാര്യത്തിൽ നടപടികൾ ഈ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നതിനിടെയാണ് ഈ രീതിയിലുള്ളൊരു വിഷയം കൂടി ഉയർന്നു വരുന്നത്. വി എം വിനുവിന് നേരത്തെയും 2020 വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത്. അതിന് കാരണമായി പറയുന്നത് അവിടെ മത്സരിച്ചിരുന്ന LDF സ്ഥാനാർത്ഥിയുടെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടർ ലിസ്റ്റ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ വോട്ടർ ലിസ്റ്റിലൊന്നും തന്നെ വി എം വിനുവിന്റെ പേര് നിലവിൽ കാണുന്നില്ല. ഒരു പക്ഷേ ഈ കോർപ്പറേഷന്റെ പരിധിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അധീനതയിലാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും ഈ ലിസ്റ്റ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ ഒരു മറുപടി കോൺഗ്രസിന് നൽകണമെങ്കിൽ അവരുടെ കയ്യിൽ വോട്ടർ പട്ടിക വേണമെന്നുള്ളൊരു മറുപടി കൂടിയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും അടുത്ത മണിക്കൂറുകളിലായിരിക്കാം ഒരു പക്ഷേ വി എം വിനുവിന് നേരത്തെ വോട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ നേരത്തെ വോട്ടില്ലാത്തത് ഒരു പക്ഷേ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ആ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. ഏതായാലും